നമസ്കാരം. ഈ ഓണക്കാലത്ത് കേരളത്തിൽ റിലീസ് ചെയ്ത ലോക, അതിൻ്റെ ആദ്യ ഭാഗം ചന്ദ്ര എന്ന സിനിമ ലോകത്താകമാനം ഒരു വൻ ഹിറ്റായി മാറി. ഒരു ചരിത്രത്തിൽ ഇടം നേടുന്ന തരത്തിൽ കളക്ഷനും നേടിയിരിക്കുന്നു. മലയാളത്തിൽ ഇതുവരെ വന്ന യക്ഷി സങ്കല്പങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു യക്ഷി, അതാണ് ലോകയിലെ കല്യാണി പ്രിയദർശൻ ചെയ്യുന്ന കഥാപാത്രം നീലി. കള്ളിയാങ്കാട്ട് നീലിയെയും അതുപോലെയുള്ള പല യക്ഷികളെയും കേരളത്തിലെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്, സിനിമയിലൂടെയും നാടകത്തിലൂടെയും അല്ലാതെയുമൊക്കെ. പക്ഷെ ഇത് എല്ലാ യക്ഷി സങ്കല്പങ്ങളെയും അട്ടിമറിച്ച് കളഞ്ഞു. സ്വീഡനിൽ നിന്ന് വിമാനമിറങ്ങി ബാംഗ്ലൂരിലെ ഏറ്റവും പുതിയ കാലത്ത് തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന യക്ഷി, അത് ഒരു വല്ലാത്ത ചങ്കൂറ്റം തന്നെയാണ്. അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേയും അങ്ങനെ ഒരു സിനിമയും പ്രേക്ഷകരിലേക്ക് ഇറക്കി വിടുവാൻ. അതാണ് നമ്മൾ പറഞ്ഞത്, ഈ പുതിയ തലമുറ അത്ഭുതാവഹമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിൽ പഴയ തലമുറ, അതായത് ഫാസിലും വിനയനും അങ്ങനെ യക്ഷി അല്ലെങ്കിൽ ഈ സൂപ്പർ ഹ്യൂമൻ സാന്നിധ്യമുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള പല സംവിധായകരും അത്തരം ഒരു യക്ഷിയെ പ്രസന്റ് ചെയ്യാൻ എന്തെല്ലാം ഘടകങ്ങളാണ് ഒരുക്കി വച്ചിരിക്കുന്നത്, എന്നിട്ടാണ് അവരെ പ്രസന്റ് ചെയ്യുന്നത്, യക്ഷിയുടെ ഒരു രൂപത്തിലേക്ക് വരുന്ന മുഹൂർത്തം സൃഷ്ടിക്കുന്നത്. മണിച്ചിത്രത്താഴിലൊക്കെ അത്തരം മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ എന്തെല്ലാം ഉപോത്ബലകമായ കഥകളും അതിൻ്റെ വിശ്വസനീയമായ ചില പശ്ചാത്തലങ്ങളും എല്ലാം ഒരുക്കിയതിന് ശേഷമാണ്. എന്നാൽ ലോക എന്ന സിനിമയിൽ കള്ളിയാങ്കാട്ട് നീലി തെക്കൻ തിരുവിതാംകൂറിലെ ഒരു സാങ്കല്പിക ഒരു പുരാതനമായ സാങ്കല്പികമായ ഒരു മിത്ത്, അങ്ങനെ വളർന്നു വന്നൊരു യക്ഷിക്കഥയാണ്. ആ കള്ളിയാങ്കാട്ട് നീലിയാണ് 21ാം നൂറ്റാണ്ടിൻ്റെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഒരു കൊച്ചു സുന്ദരിയായ പെണ്ണ്. അപ്പോൾ അവള് പേരെന്താ? നീലി. അപ്പോൾ അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടല്ലോ, കള്ളിയാങ്കാട്ട് നീലി. അത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ കൂടെ DJ പാർട്ടിയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ യക്ഷി എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു വിമോചനത്തിനും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അനീതിക്കെതിരെ പൊരുതുന്ന ഒരു പ്രതീകമാണ്. അത് തന്നെയാണ് ഈ സിനിമയിലെ യക്ഷിയുടെയും ഈ കല്യാണി പ്രിയദർശൻ്റെയും വിജയഘടകം. എന്നാൽ അതിനേക്കാൾ ഉപരി നസ്ലിനും ചന്തുവുമൊക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ പെർഫോമൻസും ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ സീക്വൻസുകളും എല്ലാമാണ് ഈ സിനിമയുടെ ഭയങ്കരമായ ഒരു ഹിറ്റിലേക്ക് നയിച്ചത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കും. യക്ഷി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ വർത്തമാനകാല ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം പുതിയ തലമുറയ്ക്ക് വളരെ രസകരമായിട്ടാണ് നസ്ലിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു വരുന്നത്, ഇത്തരം ഒരു സിനിമ ഇറങ്ങി വരുമ്പോൾ ഇത് പ്രേക്ഷകൻ എല്ലാ തരത്തിലും തൃപ്തരായി ആണ് ഇറങ്ങി വരുന്നത്. അപ്പം ഈ യക്ഷി സങ്കല്പങ്ങളെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് സംവിധായകൻ ഡൊമിനിക് അരുൺ ഇതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാവും, ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇനി 1, 2, 3, 4 ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സിനിമയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അത്തരം ഭാഗങ്ങളിൽ വരുന്ന 3 പേർ, മമ്മൂട്ടിയും ദുൽഖറും ടൊവിനോയും വിവിധ ക്യാരക്ടറുകളായി തന്നെ ഈ സിനിമയിൽ വന്നു പോകുന്നു. അപ്പോൾ അതൊക്കെ ഈ സിനിമയുടെ അതെല്ലാം പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വരുന്ന ഭാഗങ്ങളുടെ വിജയപരാജയങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ ഈ കള്ളിയാങ്കാട്ട് നീലിയെ തളച്ചത് സൂര്യകാലടി മനയിലെ നമ്പൂതിരിമാരാണെന്ന് ഐതിഹ്യത്തിൽ പറയുന്നു. പക്ഷേ ഈ സിനിമയിൽ പറയുന്നത് കത്തനാരാണ് കള്ളിയാങ്കാട്ട് നീലിയെ തളച്ചതെന്ന് ഈ സിനിമയിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തോൻ എന്ന് പറയുന്നത് മുത്തോൻ എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ ക്യാരക്ടർ, ഇനി വരാൻ പോകുന്ന ആ ക്യാരക്ടറിൻ്റെ പേര് പറയുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ രൂപമാണ് സ്ക്രീനിൽ തെളിയുന്നത്. അപ്പോൾ ഒരു ക്രിസ്തീയ പശ്ചാത്തലമുള്ള ഒരു കത്തനാരോ അല്ലെങ്കിൽ ക്രിസ്തീയ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് ഈ മൂത്തോൻ എന്നുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത്, ഈ
ലൂസിഫർ കഴിഞ്ഞ് എമ്പുരാൻ വന്നപ്പോൾ ഒരുപാട് ബ്ലാക്ക് മാജിക്കും ആഫ്രിക്കൻ രീതിയിലുള്ള ഒരുപാട് കൂടോത്രങ്ങളും അതിൻ്റെ അടയാളങ്ങളും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. ലൂസിഫർ എന്ന് പറയുന്ന ആ ചെകുത്താൻ്റെ അല്ലെങ്കിൽ ചെകുത്താൻ്റെ സന്തതികൾ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പം ഈ ലോക കാട്ടിത്തരുന്നത് നമ്മളുടെ പൈതൃകമായും നമ്മളുടെ ഐതിഹ്യങ്ങളിലും നമ്മുടെ പുരാണങ്ങളിലും നമ്മളിൽ തന്നെയുണ്ട്. വിദേശത്തേക്കോ ബൈബിളിലേക്കൂടെയൊക്കെ സഞ്ചരിച്ച് അങ്ങ് ലൂസിഫറിന്റെ അപ്പുറത്തേക്ക് പോകണ്ട. നമ്മളുടെ പശ്ചാത്തലത്തിലുണ്ട് മറുതയും മാടനും കുട്ടിച്ചാത്തനും എല്ലാം. അപ്പൊ അതെല്ലാം ഈ കഥയിൽ അവർ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്, നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ അതൊക്കെ ഏതളവിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് മാത്രം ആണ് ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ടൊവിനോ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കുട്ടിച്ചാത്തനായിട്ടാണ്. 380 ഭാവങ്ങളുള്ള കുട്ടിച്ചാത്തൻ രസകരമായിട്ടും അല്ലാതെയും സീരിയസ് ആയിട്ടും യക്ഷിക്ക് ഒരു രക്ഷകനായിട്ട് കുട്ടിച്ചാത്തൻ വരുന്നുണ്ട്. അപ്പൊ അത് ഇനി വരാൻ പോകുന്ന ഭാഗത്തിന്റെ ഒരു അടയാളമാണ്. അതുപോലെ ഒടിയന്റെ രീതിയിൽ ദുൽഖർ ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഇതിന്റെ വരും സിനിമകളിൽ എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിനിമകൾക്ക് ഒരു ചില കാര്യങ്ങൾ സ്ക്രിപ്റ്റിങ്ങിലായാലും മറ്റു കാര്യങ്ങളിലൊക്കെ അവര് നീലിയുടെ ഒരു പരാമർശം വിജയരാഘവൻ അങ്ങനെ പറഞ്ഞൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുടെ രൂപത്തിൽ പ്രേക്ഷകരെയും പുതിയ തലമുറയെയും പഠിപ്പിക്കുന്നു. അപ്പൊ അതിൻ്റെ പശ്ചാത്തലം ഒരു 1000 കൊല്ലം മുൻപുള്ള ഒരു പുരാണവും അതിന്റെ ചതിയും എല്ലാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. അത് തന്നെ വർത്തമാനകാലത്തിൽ വേറെ വേഷം മാറി വരുന്നുണ്ട്. അത് രാഷ്ട്രീയ സാമൂഹിക തലത്തിലൊക്കെ വലിയ തരത്തിൽ വരാവുന്നതാണ്. അടുത്ത സിനിമയിലേക്കാണ് അത് മാറ്റിവെച്ചിരിക്കുന്നത്, അതിന്റെ തുടർച്ചകളൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ അത്ഭുതത്തോടു കൂടിയാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു യക്ഷി രക്ഷകയും അനീതിക്കെതിരെ പോരാടുകയും ചെയ്യുന്നത് എപ്പോഴും വിജയിക്കും. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമയിലെ ആ കല്യാണി പ്രിയദർശന്റെ കഥാപാത്രത്തെ വാനോളം ഉയർത്തി പ്രേക്ഷകർ നെഞ്ചേറ്റിയിരിക്കുന്നതിന്റെ ഒരു കാരണം.